ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഞാനാണെങ്കിൽ കുറേ ആയിരുന്നു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നല്ല മഴയാണല്ലോ ഇപ്പോൾ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. മഴയുണ്ടെന്ന് തന്നെ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് വലിയ പനി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും പനി പിടിച്ച് കിടപ്പായി പോയി എന്നുള്ളതാണ്. കർക്കിടക മാസം 1-ാം തീയതി തന്നെ ചെറിയ മോന് പനിയൊക്കെ ആയിട്ട്, പനി മാത്രമല്ല കൂടെ വിട്ടുമാറാത്ത പനിയായിരുന്നു. അപ്പോൾ ബ്ലഡ് കൗണ്ടൊക്കെ കുറഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ അടിച്ച് അങ്ങനെ മോൻ്റെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും പിന്നെ ഹസ്ബൻഡിന്, മൂത്ത മോന്, ഏറ്റവും അവസാനം എനിക്കും പിടിച്ചു. എനിക്കാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടെ ഇങ്ങനെ ഒരു പനി ഉണ്ടാവാറുണ്ട്. പക്ഷേ മാറിയപ്പോൾ മേലും കൈയൊക്കെ ഭയങ്കര വേദന കേട്ടോ. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ ഏതായാലും മരുന്നുകളൊക്കെ ഉണ്ട്, വേറെ ഉണ്ട്. സൗണ്ടൊന്നും ഇപ്പോഴും ഒരു ക്ലിയർ ആയിട്ടില്ല കേട്ടോ. ജലദോഷവും ചുമയൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ മരുന്നുകളോടൊപ്പം തന്നെ കുറച്ച് പേര് പറഞ്ഞു മുതിരയൊക്കെ കറി വെച്ചിട്ട് കഴിക്കാൻ പറഞ്ഞു കേട്ടോ, മേല് വേദനയ്ക്കൊക്കെ. അപ്പോൾ ശരി, എന്നാൽ ഞാൻ ഇന്നത് മുതിര ഒരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വീഡിയോയ്ക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിന്ന് മുതിര എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുന്നത്. ഒരു പ്രത്യേക മസാലയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മുതിര വെന്ത വെള്ളമൊക്കെ കുടിക്കണത് നല്ലതാണെന്നൊക്കെ പറയാറുണ്ട് ശരീരവേദനയ്ക്കൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിപ്പോൾ ഇതാ ഇത്രയും മുതിരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി അരിച്ച് വെച്ചിട്ടുള്ള മുതിരയാണ് കേട്ടോ. ഇത് നന്നായിട്ട് കല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുക്കറിലിട്ടിട്ട് അങ്ങോട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കണത്. ആ വെള്ളം കുടിക്കും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് മുതിര ഒന്ന് വേവിച്ചെടുക്കണം. മുതിര വേവുമ്പോഴത്തേക്കും നമുക്ക് മുതിരയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്ന മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7-8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണക്കമുളക്, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. നല്ലോണം അങ്ങോട്ട് പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്, ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മസാല ഞാൻ അരച്ചെടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ മുതിര വെന്തിട്ടുണ്ടായിരുന്നു. മുതിര നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള വെള്ളം ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ ചെയ്തതെന്ന് ഞാൻ പറയാം കേട്ടോ. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. ഇനി മസാല ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് മൂത്ത് തന്നെ വരണം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. നന്നായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മളിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈ മസാല. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ കുറച്ച് സമയം എടുത്ത് തന്നെ നമുക്കങ്ങനെ വഴറ്റി മൂപ്പിച്ചെടുക്കണം. ഇത് എണ്ണ ഇപ്പോൾ നമുക്ക് ഒരുപാടുണ്ടെന്ന് ഇങ്ങനെ തോന്നുമെങ്കിലും നമ്മൾ ഈ മസാലയൊക്കെ മൂത്ത് ഒക്കെ സെറ്റായിട്ട് വരുമ്പോൾ എണ്ണ കറക്റ്റായിരിക്കും കേട്ടോ. അങ്ങനെ മസാലയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുതിര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മസാലയൊക്കെ മുതിരയിലേക്ക് അങ്ങോട്ട് പിടിക്കണമല്ലോ. അപ്പോൾ കുറച്ച് സമയം തന്നെ നമുക്കങ്ങ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ തേങ്ങാക്കൊത്ത് ഞാനിപ്പോൾ കുറച്ച് വലുപ്പത്തിൽ അങ്ങനെ മുറിച്ചിട്ടിരിക്കുകയാണ്. ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ വെള്ളമൊന്നും ഇല്ല കേട്ടോ, ഇതിൽ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏതായാലും ഉണ്ടാക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും ഉച്ച സമയത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പം ഞാൻ വൈകുന്നേരം ചായയുടെ കൂടെയാണ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാനത് ഇഞ്ചി ഇട്ടിട്ട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി അതിൻ്റെ കൂടെയാണ് കഴിക്കണത് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ മുതിര വെന്ത വെള്ളം ഉണ്ടല്ലോ അത് ഞാൻ ഇന്ന് പരിപ്പും തക്കാളിയൊക്കെ ഇട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കറി ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പൂർവാധികം എനർജിയോടുകൂടി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.